ഒരു ഇന്ത്യക്കാരൻ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ഏതാണ്? 1900-ലെ പാരീസ് ഒളിമ്പിക്സിലാണ് ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി പങ്കെടുത്തത്. ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആര്? കൊൽക്കത്തയിൽ ജനിച്ച നോർമൻ പ്രിച്ചാർഡ്. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ഒളിമ്പിക് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആധുനിക കാലത്തെ ഏറ്റവും വലിയ കായിക മേളയായ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ, അതുപോലെ തന്നെ മലയാളികളുടെ നേട്ടങ്ങളാണ് 85 ചോദ്യോത്തരങ്ങൾ അടങ്ങിയ ഈ ക്വിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നോർമൻ പ്രിച്ചാർഡ് അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഏതെല്ലാം ഇനങ്ങളിലാണ് മത്സരിച്ചിരുന്നത്? 200 മീറ്റർ, 200 മീറ്റർ ഹെർഡിൽസ് എന്നീ 2 ഇനങ്ങളിലാണ് അദ്ദേഹം മത്സരിച്ചത്. മത്സരിച്ച ഇനങ്ങളിൽ നോർമൻ പ്രിച്ചാർഡിന്റെ നേട്ടം എന്താണ്? 2 ഇനങ്ങളിലും അദ്ദേഹം വെള്ളി മെഡൽ നേടുകയുണ്ടായി. 1900 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നും എത്ര പേർ പങ്കെടുത്തു? ഒരാൾ, നോർമൻ പ്രിച്ചാർഡ് മാത്രമാണ് അന്ന് പങ്കെടുത്തത്. ഇന്ത്യൻ ടീം ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഏതു വർഷമാണ്? 1920 ആന്റ്വെർപ്പ്, ബെൽജിയത്തിലെ ആന്റ്വെർപ്പിൽ നടന്ന ഒളിമ്പിക്സിൽ. 1923 രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി ഔദ്യോഗികമായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആയി മാറിയത് ഏതു വർഷമാണ്? 1927 ഇന്ത്യ ആദ്യമായി ഒരു ഔദ്യോഗിക സംഘത്തെ അയച്ച ഒളിമ്പിക്സ് ഏത്? 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സ്, നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി സ്വർണം നേടിയ ഇനം ഏതാണ്? പുരുഷ ഹോക്കി ഇനത്തിൽ. 1932 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഇന്ത്യ 1-24 എന്ന നിലയിൽ ഒളിമ്പിക് പുരുഷ ഹോക്കിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന മാർജിനിൽ തോൽപ്പിച്ചത് ഏതു രാജ്യത്തെ? USA. 1936 ബെർലിൻ ഒളിമ്പിക്സ് പുരുഷ ഹോക്കി ഫൈനലിൽ ജർമ്മനിയെ 1-8 ഗോളിന് തോൽപ്പിച്ച ഇന്ത്യയുടെ വിജയത്തിന്റെ പ്രത്യേകത എന്ത്? ഫൈനലിൽ ഏറ്റവും കൂടിയ മാർജിനിലുള്ള വിജയമാണത്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഒളിമ്പിക് പുരുഷ ഹോക്കിയിൽ 1928, 1932 എന്നീ വർഷങ്ങൾക്ക് പുറമെ സ്വർണം നേടിയത് ഏത് ഒളിമ്പിക്സിലാണ്? 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ഏതാണ്? 1948 ലണ്ടനിൽ നടന്ന ഒളിമ്പിക്സ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേടിയ ആദ്യ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ഏതിനത്തിലായിരുന്നു? പുരുഷ ഹോക്കി ഇനത്തിൽ 1948 ലണ്ടനിൽ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ താരം KD ജാദവ്. KD ജാദവാണ്. KD ജാദവ് ഏതിനത്തിലാണ് വെങ്കല മെഡൽ നേടിയത്? അദ്ദേഹം വെങ്കല മെഡലാണ് നേടിയത് ഏത് ഇനത്തിൽ? ഗുസ്തിയിൽ. ഏത് ഒളിമ്പിക്സിലാണ് KD ജാദവിന്റെ ഗുസ്തിയിലെ വെങ്കല മെഡൽ നേട്ടം? 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ. 1952 മെഡൽ നേടിയ KD ജാദവിനു ശേഷം ഇന്ത്യക്കായി ഒളിമ്പിക് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം ലിയാൻഡർ പേസ്. വെങ്കല മെഡലാണ് അദ്ദേഹം ടെന്നീസിൽ നേടിയത്. ലിയാൻഡർ പേസ് ഏത് ഒളിമ്പിക്സിലാണ് വെങ്കല മെഡൽ നേടിയത്? അദ്ദേഹം 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ആണ് വെങ്കല മെഡൽ നേടിയത്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം കർണം മല്ലേശ്വരി ഏത് ഒളിമ്പിക്സിലാണ് ഇന്ത്യക്കായി മെഡൽ നേടിയത്? 2000 സിഡ്നി ഒളിമ്പിക്സിലാണ് അവർ വെങ്കല മെഡൽ നേടിയത്. ഒളിമ്പിക്സിൽ വ്യക്തിഗത വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്.
രാജ്യവർദ്ധൻ സിംഗ് രാഥോഡ് ഏതിനത്തിലാണ് വെള്ളി മെഡൽ നേടിയത്? അദ്ദേഹം മെൻസ് ഡബിൾ ട്രാപ്പ് ഷൂട്ടിംഗ് ഇനത്തിലാണ് വെള്ളി മെഡൽ നേടിയത്. റാത്തോഡ് ഏത് ഒളിമ്പിക്സിലാണ് വെള്ളി മെഡൽ നേടിയത്? അദ്ദേഹം 2004 ഏതൻസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടി. ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ ആദ്യത്തെ വ്യക്തിഗത ഇനത്തിലുള്ള സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? അഭിനവ് ബിന്ദ്രയാണ് ഇന്ത്യക്കായി വ്യക്തിഗത സ്വർണ്ണ മെഡൽ ആദ്യമായി നേടിയത്. അഭിനവ് ബിന്ദ്ര ഏത് ഇനത്തിലാണ് സ്വർണ്ണ മെഡൽ നേടിയത്? ഷൂട്ടിങ്ങിൽ, മെൻസ് 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ. ഏത് ഒളിമ്പിക്സിലാണ് അഭിനവ് ബിന്ദ്ര സ്വർണ്ണ മെഡൽ നേടിയത്? 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ്. ബോക്സിംഗിൽ ഇന്ത്യക്കായി ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കായിക താരം വിജേന്ദർ സിംഗ്. അദ്ദേഹം വെങ്കല മെഡൽ നേടി. വിജേന്ദർ സിംഗ് വെങ്കല മെഡൽ നേടിയത് ഏത് ഇനത്തിലാണ്? ബോക്സിംഗ്. ബോക്സിംഗിലാണ് അദ്ദേഹം വെങ്കല മെഡൽ നേടിയത്. ഏത് ഒളിമ്പിക്സിലാണ് വിജേന്ദർ സിംഗ് വെങ്കല മെഡൽ നേടിയത്? 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ്. ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ 2 വ്യക്തിഗത മെഡൽ നേടിയ ആദ്യ കായിക താരം ആര്? സുശീൽ കുമാർ. സുശീൽ കുമാർ. സുശീൽ കുമാർ ഏതിനത്തിലാണ് ഇന്ത്യക്ക് ഒളിമ്പിക് മെഡലുകൾ നേടിത്തന്നത്? ഗുസ്തിയിലാണ്. പുരുഷ വിഭാഗം 66 കിലോഗ്രാം ഗുസ്തിയിൽ. ഏതെല്ലാം ഒളിമ്പിക്സിലാണ് സുശീൽ കുമാർ മെഡലുകൾ നേടിയത്? 2008 ബെയ്ജിംഗ് വെങ്കലം, 2012 ലണ്ടനിൽ വെള്ളി മെഡൽ. ഷൂട്ടിങ്ങിൽ വിജയ് കുമാർ വെള്ളി മെഡൽ നേടിയത് ഏത് ഒളിമ്പിക്സിലാണ്? 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ. ഷട്ടിൽ ബാഡ്മിൻ്റണിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ വനിത ആരാണ്? സൈന നെഹ്വാൾ. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് സൈന നെഹ്വാൾ മെഡൽ നേടിയത്. ബോക്സിംഗിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? മേരി കോം. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി. യോഗേശ്വർ ദത്ത് ഏതിനത്തിലാണ് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയത്? ഗുസ്തിയിലാണ് വെങ്കല മെഡൽ നേടിയത്. ഉണ്ണീസ് വിജയപാത GK ക്വിസിനും മറ്റ് ക്വിസുകൾക്കും. ഇന്ത്യക്കായി 2 ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ വനിതാ കായിക താരം PV സിന്ധു. 2016 റിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ, 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി. ഏതിനത്തിലാണ് PV സിന്ധു ഒളിമ്പിക് മെഡൽ നേടിയത്? ഷട്ടിൽ ബാഡ്മിൻ്റൺ. ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത PV സിന്ധു. വനിതാ ഗുസ്തിയിലെ ആദ്യ ഒളിമ്പിക് മെഡൽ നേടിയതാര്? സാക്ഷി മാലിക്. 2016 റിയോ ഒളിമ്പിക്സിലാണ്. ഭാരോദ്വഹനത്തിൽ ആദ്യമായി ഒളിമ്പിക് വെള്ളി മെഡൽ നേടിയത് ആര്? മീരാബായ് ചാനു. 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ് മീരാബായ് ചാനുവിൻ്റെ നേട്ടം. ഷൂട്ടിങ്ങിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത മനു ഭാക്കർ. 10 മീറ്റർ എയർ റൈഫിൾ വെങ്കലം, 2024 പാരീസ് ഒളിമ്പിക്സ്. ഷൂട്ടിങ്ങിൽ ഇരട്ട ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത മനു ഭാക്കർ. 10 മീറ്റർ എയർ റൈഫിൾ വെങ്കലം, സിംഗിൾ ഇനത്തിലും മിക്സഡ് ഇനത്തിലും. 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ പുരുഷ വിഭാഗം ഒളിമ്പിക് വെങ്കല മെഡൽ ഗഗൻ നാരംഗ് നേടിയ വർഷം? 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് ഗഗൻ നാരംഗിൻ്റെ നേട്ടം. ലവ്ലിന ബോർഗഹെയ്ൻ ബോക്സിംഗ് വനിതാ വിഭാഗം വെങ്കല മെഡൽ നേടിയത് ഏത് ഒളിമ്പിക്സിലാണ്? 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ്. രവികുമാർ ദഹിയ ഏതിനത്തിലാണ് ഒളിമ്പിക് വെള്ളി മെഡൽ നേടിയത്? ഗുസ്തി. 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ് അദ്ദേഹത്തിൻ്റെ വെള്ളി മെഡൽ നേട്ടം. ബജ്രംഗ് പൂനിയ ഇന്ത്യക്കായി ഒളിമ്പിക് വെങ്കല മെഡൽ നേടിയ ഇനം ഏത്? ഗുസ്തി. 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ് പൂനിയയുടെ വെങ്കല മെഡൽ നേട്ടം. മനു ഭാക്കറിനൊപ്പം മിക്സഡ് 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ വെങ്കല മെഡൽ നേടിയ
താരം. സരബ്ജോത് സിംഗ് 2024 പാരീസ് ഒളിമ്പിക്സ്. സ്വപ്നിൽ കുശാലെ ഏതിനത്തിലാണ് ഒളിമ്പിക് വെങ്കല മെഡൽ നേടിയത്? അദ്ദേഹത്തിന്റെ വെങ്കല മെഡൽ നേട്ടം 50 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിലാണ് 2024 പാരീസ് ഒളിമ്പിക്സ്. അത്ലറ്റിക്സ് വിഭാഗത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ് അദ്ദേഹം സ്വർണം നേടിയത്. അത്ലറ്റിക്സിൽ ഒളിമ്പിക് ഇരട്ട മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡലും 2024 പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡലും നേടി. അമൻ ഷെറാവത്ത് ഏതിനത്തിലാണ് ഒളിമ്പിക് വെങ്കല മെഡൽ നേടിയത്? അദ്ദേഹം 2024 പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തിയിലാണ് വെങ്കല മെഡൽ നേടിയത്. ഒളിമ്പിക് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ ആരാണ്? അമൻ ഷെറാവത്ത്, 21 വയസ്സ്. 2024 പാരീസ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയിട്ടുള്ള ടീമിനം ഏതാണ്? ഹോക്കി. 13 മെഡലാണ് നേടിയിട്ടുള്ളത്. 8 സ്വർണം, 1 വെള്ളി, 4 വെങ്കല മെഡൽ, പാരീസ് ഒളിമ്പിക്സ് അടക്കം. ഒളിമ്പിക്സ് പിറവിയെടുത്ത ഗ്രീസിലെ ഒളിമ്പിയയിൽ മത്സരിക്കാൻ അവസരം ലഭിച്ച ഏക ഇന്ത്യക്കാരൻ ബഹാദൂർ സിംഗ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആര്? ഹർമൻപ്രീത് സിംഗ്. ഹർമൻപ്രീത് സിംഗ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഭീം സിംഗ് ബഹാദൂർ. 66 വയസ്സുള്ളപ്പോഴാണ് 1976 മോൺട്രിയൽ ഒളിമ്പിക്സിൽ അദ്ദേഹം പങ്കെടുത്തത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരതി സാഹ. 11 വയസ്സുള്ളപ്പോൾ 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ പങ്കെടുത്തു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOA-യുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് PT ഉഷ. PT ഉഷ. ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? നീലിമ ഘോഷ്. 17 വയസ്സുള്ളപ്പോൾ 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ പങ്കെടുത്തു. ഒളിമ്പിക് ഫുട്ബോളിൽ ഹാട്രിക് നേടിയ ഏക ഇന്ത്യൻ താരം നെവിൻ ഡിസൂസ. 1956 മെൽബൺ ഒളിമ്പിക്സിൽ ഓസ്ട്രേലിയക്കെതിരെയാണ് നേട്ടം. ഒളിമ്പിക് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ് മിൽഖ സിംഗ്. 1960 റോം ഒളിമ്പിക്സിലാണ്. പറക്കും സിംഗ് എന്നറിയപ്പെട്ട കായിക താരം മിൽഖ സിംഗ് ആണ് പറക്കും സിംഗ് എന്നറിയപ്പെട്ടത്. ഒളിമ്പിക്സിൽ മാത്രം 33 ഗോൾ നേടുകയും 1928, 1932, 1936 ഒളിമ്പിക്സിൽ സ്വർണം നേടിത്തരികയും ഹോക്കി മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്ത കായിക താരം ആര്? മേജർ ധ്യാൻചന്ദ്. മേജർ ധ്യാൻചന്ദ്. 2024 പാരീസിലെ ഒളിമ്പിക് വേദിയിൽ വെച്ച് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഒളിമ്പിക് ഓർഡർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ കായിക താരം ആര്? അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്ര. ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മത്സരിച്ച ആദ്യ മലയാളി കായിക താരം ചെറുവാരി കൊറ്റ്യത്ത് ലക്ഷ്മണൻ. 1924 പാരീസ് ഒളിമ്പിക്സ്. CK ലക്ഷ്മണൻ ഏത് ഇനത്തിലാണ് 1924 ഒളിമ്പിക്സിൽ മത്സരിച്ചത്? 110 മീറ്റർ ഹെർഡിൽസിലാണ് അദ്ദേഹം മത്സരിച്ചത്. ഒളിമ്പിക്സ് ഫുട്ബോൾ ടീം അംഗമായിരുന്ന ആദ്യ മലയാളി തിരുവല്ല പാപ്പൻ എന്നറിയപ്പെട്ട തോമസ് മത്തായി വർഗീസ്. തിരുവല്ല പാപ്പൻ ഏത് ഒളിമ്പിക്സിലാണ് മത്സരിച്ചത്? 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ. മലയാളിയായ ആദ്യ വനിതാ ഒളിമ്പ്യൻ ആരാണ്? PT ഉഷ. 1980 മോസ്കോ ഒളിമ്പിക്സിൽ 100 മീറ്റർ 200 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുത്തു. ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും അടക്കം നിരവധി രാജ്യാന്തര ചാമ്പ്യൻഷിപ്പുകളിൽ രാജ്യത്തിനായി മെഡലുകൾ നേടിത്തന്ന മലയാളിയായ ദേശീയ ഷൂട്ടിംഗ് പരിശീലകൻ. 2001 അദ്ദേഹത്തിന് ദ്രോണാചാര്യ അവാർഡ് സമ്മാനിച്ചുകൊണ്ട് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ആരാണത്? സണ്ണി തോമസ്. 1993 മുതൽ 2012 വരെ 19 വർഷക്കാലം
ദേശീയ ഷൂട്ടിംഗ് ടീം പരിശീലകനായ അദ്ദേഹത്തിന്റെ കീഴിൽ പരിശീലനം നേടിയവർ രാജ്യത്തിനായി 108 ഗോൾഡ്, 74 സിൽവർ, 53 ബ്രോൺസ് മെഡലുകൾ നേടിത്തന്നു. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആര്? മാനുവൽ ഫ്രെഡറിക്സ്. ഗോൾ കീപ്പറായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ഹോക്കി ടീമിന്റെ. ഏത് ഒളിമ്പിക്സിലാണ് മാനുവൽ ഫ്രെഡറിക്സ് വെങ്കല മെഡൽ നേടിയത്? 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിൽ, ജർമ്മനിയിലെ മ്യൂണിച്ചിൽ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി സഹോദരങ്ങൾ ആരൊക്കെ? ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി സഹോദരങ്ങളാണ് KM ബീനാമോൾ, KM ബിനു. 2004 ഏഥൻസ് ഒളിമ്പിക്സ്. ഒളിമ്പിക് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ അത്ലറ്റ് ആരാണ്? PT ഉഷ. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലെ 400 മീറ്റർ ഹെർഡിൽസിൽ. PT ഉഷയ്ക്ക് 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് 400 മീറ്റർ ഹെർഡിൽസിൽ എത്ര സമയ വ്യത്യാസത്തിനാണ് ഒളിമ്പിക് മെഡൽ നഷ്ടമായത്? 1 സെക്കൻഡിന്റെ 100-1 അംശത്തിന്. ഒളിമ്പിക് നീന്തലിൽ പങ്കെടുത്ത ആദ്യ മലയാളി താരം സെബാസ്റ്റ്യൻ സേവ്യർ. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ്. ഗോൾഡൻ ഗേൾ ഓഫ് ഇന്ത്യ, പയ്യോളി എക്സ്പ്രസ് എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ട കായിക താരം ആരാണ്? PT ഉഷ. PT ഉഷ. തുടർച്ചയായ 4 ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത മലയാളി കായിക താരം ഷൈനി വിൽസൺ. 1984, 1988, 1992, 1996 ഒളിമ്പിക്സുകളിൽ പങ്കെടുത്തു. ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ. 1992 ബാഴ്സലോണ ഒളിമ്പിക്സ്. 1992 ഷൈനി വിൽസൺ ഒളിമ്പിക് മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക ഏന്തിയ ശേഷം അതിന് അവസരം ലഭിച്ച മലയാളി കായിക താരം അഞ്ജു ബോബി ജോർജ്. 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ. 2024 പാരീസ് ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ നേട്ടത്തോടെ കായിക രംഗത്തു നിന്നും വിരമിച്ച മലയാളി ഹോക്കി ടീം ഗോളി PR ശ്രീജേഷ്. PR ശ്രീജേഷ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിലെ മാർച്ച് പാസ്റ്റിൽ വനിതാ താരം മനു ഭാക്കർക്കൊപ്പം ഇന്ത്യൻ പതാക വഹിക്കുന്ന പുരുഷ കായിക താരം ആര്? PR ശ്രീജേഷ്. PR ശ്രീജേഷ്. കൂടുതൽ അറിവിന്, കൂടുതൽ ക്യൂസിന് ഉണ്ണീസ് വിജയപാത